ഒരു വാർത്തയിലേക്കാണ്. പ്രസവത്തെ തുടർന്ന് നവജാത ശിശു മരിച്ചതിന് പിന്നാലെ അമ്മയും മരിച്ചു. കോഴിക്കോട് മൊടക്കല്ലൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിനെതിരെ പരാതിയുമായി ബന്ധുക്കൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. ബാലുശ്ശേരി സ്വദേശി അശ്വതിയാണ് മരിച്ചത്. ഈ മാസം 7-ാം തീയതിയായിരുന്നു ഇവരെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സാനിയോ മനോമി ചേരുന്നു. സാനിയോ, എന്താണ് ബന്ധുക്കളുടെ പരാതി? എന്താണ് സംഭവിച്ചത്? വിനിത, ബന്ധുക്കൾ പറയുന്നത് 7-ാം തീയതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഈ സ്ത്രീയെ പ്രസവത്തിനായി. പക്ഷേ ഇന്നലെ രാവിലെയോടെ വേദനയ്ക്കുള്ള മരുന്ന് വെച്ചെങ്കിലും പിന്നീട് വേദന വന്നെങ്കിലും സിസേറിയൻ ചെയ്യാൻ ആശുപത്രി അധികൃതർ തയ്യാറായിരുന്നില്ല. പിന്നീട് യുവതി കരഞ്ഞപേക്ഷിച്ചിട്ടും സിസേറിയൻ ചെയ്യാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല. പക്ഷെ പിന്നീട് രാത്രിയോടുകൂടി പ്രസവം നടന്നുവെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞെങ്കിലും കുട്ടി മരിച്ചതായാണ് അധികൃതർ ബന്ധുക്കൾക്ക് നൽകിയ വിവരം. പിന്നീട് ഈ യുവതി, അതായത് അശ്വതി എന്ന ബാലുശ്ശേരി എകരൂർ സ്വദേശിയായ യുവതിയാണ്. അവർക്കും സീരിയസ് ആണ്, അവരുടെ ആരോഗ്യനിലയും ഗുരുതരമാണെന്ന് ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ ഇവരെ ഇന്ന് രാവിലെയാണ് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള ആലോചനകൾ തുടങ്ങിയത്. ശേഷം ഇവരോട് ഇപ്പോൾ മാറ്റാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ മൊടക്കല്ലൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞിരുന്നു എന്നും പറയുന്നു. ശേഷം ഇവർ പോലീസിനെ അടക്കം ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാനായി തയ്യാറായതെന്നും ആരോപണമുണ്ട്. ഏതായാലും മറ്റൊരു ആശുപത്രിയിലേക്കുള്ള വഴിമധ്യയാണ് ഈ യുവതി മരിച്ചതെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. ഏതായാലും ഈ ആശുപത്രിക്കെതിരെ, മൊടക്കല്ലൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ അത്തോളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആശുപത്രിയുടെ വീഴ്ചയാണ് ഇത്തരത്തിൽ അമ്മയുടെയും കുഞ്ഞിന്റെയും മരണത്തിന് കാരണമായതെന്നാണ് പറയുന്നത്. ഏതായാലും 7-ാം തീയതി, ഇക്കഴിഞ്ഞ 7-ാം തീയതി തന്നെ അവിടെ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും വേദന വരാത്തതിനെ തുടർന്ന് പ്രസവം നീണ്ടുപോവുകയായിരുന്നു എന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ശരി, ഏതായാലും മൊടക്കല്ലൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിനെതിരെ പരാതിയുമായി ഇപ്പോൾ ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ബാലുശ്ശേരി സ്വദേശി അശ്വതിയാണ് മരിച്ചത്. ഈ മാസം 7-ാം തീയതിയായിരുന്നു ഇവരെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനിയോ മനോമി, കോഴിക്കോട് നിന്ന്.